നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നേരം വെളുത്ത അരവിന്ദ് സാറിന് ഫോൺ ചെയ്ത് മുക്ത മാഡം കമ്പനിയിലുണ്ടെന്ന് പറയണമെന്നാണ് പാർവതി പറഞ്ഞത്. ഹലോ ഹലോ അരവിന്ദ് സാർ, ഞാൻ ഗാർമെന്റ്സിൽ സെക്യൂരിറ്റിയാണ്. മനസ്സിലായടോ, പറയേ. മുക്ത മാഡത്തിന്റെ കാറ് ഇവിടെ തന്നെ ഉണ്ട് സാർ. നീ എന്തീ പറയുന്നത്? ജോലി കഴിഞ്ഞ് മുക്ത കാറി കയറി പോകുന്നത് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? മാഡം കാറിൽ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. കാറ് കുറച്ച് മാറ്റിയിടാൻ പോയതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മാറ്റിയിട്ട കാറ് ഞാനിപ്പോഴാണ് സാർ കണ്ടത്. ശരി, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ശരി സാർ. രാത്രി മുഴുവൻ ഒക്കെ കമ്പനിയിൽ എന്താ ജോലി? ഇയാളുടെ ഭാര്യ ഇയാളെ എന്നും തല്ലുന്നാൽ ഒരു അത്ഭുതമില്ല. വലിയ ഇല്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഇയാളുടെ കൂടെ ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു? നേരം വെളുത്തു, കറണ്ടും വന്നു. കരുണാകരൻ, കരുണാകരൻ, എന്താ മാഡം? ചൂടും കൊതുകടി, ഇയാളുടെ കൂർക്കം വലി കാളരാത്രി ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് അനുഭവിച്ചു. ഒരു ദിവസം ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടെന്ന്, അതിങ്ങനെ തീർന്നു വിചാരിച്ചാ മതി മാഡം. നേരം വെളുത്തു, ജോലിക്കാർ ഓരോരുത്തരായി വന്നു തുടങ്ങും. ആരെങ്കിലും വന്ന് ഡോറ് തുറക്കുന്നതിന് മുൻപ് ഷർട്ട് എടുത്തിട്. ഷർട്ടല്ല, കോട്ട്. എന്ത് കുന്തെങ്കിലും എടുത്തിട്. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന ശരിയാ. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാലേ നമ്മളെ രണ്ടുപേരും തെറ്റിദ്ധരിക്കും അല്ലേ മാഡം? ഇയാളോട് ആ ഷർട്ട് എടുത്തിടാൻ എത്ര നേരമായി ഞാൻ പറയുന്നു. എടുത്തിട്. ഷർട്ടല്ല മാഡം, കോട്ട്. എന്നെ പഠിപ്പിക്കാൻ വരാതെ അത് എടുത്തിട്. ഇന്നലെ ജോലി കഴിഞ്ഞ് സാറ് വീട്ടിൽ പോയില്ല അല്ലേ? രാത്രി മുഴുവനും സാറും മുക്താമേടവും കൂടി പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഡിസ്കഷനിലായിരുന്നു എന്ന് തോന്നുന്നു. അതും ഡോർ അടച്ചിട്ട്. മര്യാദയ്ക്ക് സംസാരിക്കണം. അതിന് ഞാൻ മര്യാദക്കേടൊന്നും പറഞ്ഞില്ലല്ലോ സാർ. സെക്യൂരിറ്റി വന്ന് ഈ ഡോർ തുറക്കുമ്പോ രണ്ടുപേരും ഇതിനകത്തുണ്ടേ. പ്രൊഡക്ഷൻ ചീഫായ ഒരു പുരുഷനും CEO ആയ ഒരു ലേഡി. മാഡം, ആരോടും പറയാതെ ഒരു രാത്രി മുഴുവനും ഡോർ അടച്ചിരിക്കണമെങ്കിൽ ഡിസ്കഷൻ തന്നെ ആയിരിക്കുമല്ലോ. വിഷയം പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെ ആയിരുന്നോ സാർ? സാറും മാഡവും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? ആയിരിക്കില്ല. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ പ്രമാണം. പല നാളായി കക്കുന്നു, പിടിക്കപ്പെട്ടത് ഇന്ന്. സത്യം അതല്ലേ സാർ? വേറൊരു പ്രമാണം കൂടെ ഉണ്ട് ചേച്ചി. സൗകര്യം ഉണ്ടെന്ന് കരുതി വിളക്കുകളം കക്കരുതെന്ന്. ഇത്രയും പഠിപ്പും ലോകവിവരമുള്ള മുക്താമഠത്തിന് പോലും ആ പ്രമാണം അറിയില്ലെന്ന് ഓർക്കുമ്പോഴാ. പ്രമാണം അറിയാനിട്ടൊന്നും ആയിരിക്കില്ല സൗസോ. നേരം വെളുത്തത് അറിഞ്ഞു കാണില്ല. കരുണാകരൻ സാറ് തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്, സാറിന് ഈ കമ്പനി ക്ഷേത്രം പോലാണെന്ന്. ക്ഷേത്രം പോലെ പരിപാവനമായ ഈ കമ്പനിയിൽ വെച്ച്
സാറിങ്ങനെ ഒരു വൃത്തിയേട് കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴെനിക്ക് മാഡം കേട്ടില്ലേ? Stop it. പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഇവരോട് ചോദിച്ചോ? ഈ റൂമിൽ ഇവരെ രണ്ടുപേരെ തനിച്ച് കണ്ടപ്പോ നിങ്ങൾ ഓരോരോ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ? എന്താണ് സാർ സംഭവിച്ചത്, എന്താണ് മാഡം സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചോ ഇവരോട്? അതെങ്ങനെയാ? മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞല്ലേ നിങ്ങൾക്ക് ശീലം? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനല്ലേ ഒരു കേട്ട് ജോലിക്ക് വരുന്നത്? തനി ലോക്കൽസ് ചീപ്പ്. അരവിന്ദ് സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഞങ്ങളെല്ലാരും ലോക്കൽസ് തന്നെയാ. സാറിനെയും മുക്താ മേഡത്തിനെയും കരുണാകര സാറിനെയും പോലെ ഒരുപാട് പഠിപ്പൊന്നും ഞങ്ങൾക്കില്ല, ലോകമൊന്നും അധികം കണ്ടിട്ടുമില്ല. പക്ഷേ വേറൊരു വാക്കുകൂടി സാർ ഉപയോഗിച്ചല്ലോ, ചീപ്പെന്ന്. സാറ് തന്നെ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് പറ, കാലത്ത് കുളിച്ചൊരുങ്ങി ജോലിക്ക് വന്ന ഞങ്ങളാണോ ചീപ്പ്, അതോ രാത്രി മുഴുവൻ ഇതിനകത്ത് വാതിലടച്ചിരുന്ന് മോഹൻ പറഞ്ഞതുപോലെ ഡിസ്കഷൻ നടത്തിയ ഇവരാണോ ചീപ്പ്? അരവിന്ദ് സാർ പറയുന്നത് കേട്ടാ തോന്നും എന്തെങ്കിലും കണ്ട അതിന്റെ മുമ്പും പിൻപും ആലോചിച്ചിട്ടെ അരവിന്ദ് സാറ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുള്ളൂ എന്ന്. പ്രിയനെയും പാറുവിനെയും ഗോഡൌണിൽ വെച്ച് കണ്ടപ്പോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടാണോ സാർ ഇവരെ കുറിച്ച് അപവാദം പറഞ്ഞത്? പ്രിയനും പാറുവിനും ഒരു നീതി, കരുണാകരൻ സാറിനും മുക്താ മേഡത്തിനും മറ്റൊരു നീതി. പൊസിഷനും അടുപ്പവും നോക്കി ആൾക്കാർക്ക് മാർക്കിടുന്ന സാറാണ് ചീപ്പ്, ഞങ്ങളല്ല. മോഹൻ വേണ്ട, നീ അതിരുവിട്ട സംസാരിക്കുന്നത്. ശരിയാ, ഞാൻ കുറച്ച് അതിരുവിട്ട് തന്നെയാ സാറിനോട് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞത് 100% ശരിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. മോഹൻ, സാർ എന്തിനാ മോഹനെ വിരട്ടാൻ നോക്കുന്നത്? മോഹൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കരുണാകരൻ സാറും മുക്ത മാഡവും ഇപ്പൊ നിൽക്കുന്നത് പോലെയാ കഴിഞ്ഞ ദിവസം പ്രിയനും പാറും നിന്നത്. ഗോഡൌണിൽ നടന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല നിങ്ങൾ എല്ലാവരും ഇവരെ കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞത്. ഇവരോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ ഇവരോട് ചെയ്യുന്നതും ശരി തന്നെയാ. ആ സമയത്ത് പാറ ഇട്ടിരുന്നത് പ്രിയചേട്ടന്റെ ഷർട്ടായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാ പ്രിയചേട്ടനും പാറവും തമ്മിൽ തെറ്റായിട്ട് എന്തൊക്കെയോ നടന്നു എന്ന് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങള് കരുണാകരൻ സാറിനെയും മുക്താമടത്തെയും കാണുമ്പോ കരുണാകരൻ സാറിന് ഷർട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കണ്ടപ്പോഴാ കരുണാകരൻ സാർ ഷർട്ട് ഇട്ടത്. മുക്താ മേഡവും ഷർട്ട് ഇടാത്ത കരുണാകരൻ സാറും ഈ റൂമിൽ, അതും ഒരു രാത്രി മുഴുവൻ. അതിന്റെ അർത്ഥം അത് തന്നെയല്ലേ? പാറുവിന്റെ ധാവണി കത്തിപ്പോയോണ്ടാ പ്രിയൻ ചേട്ടന്റെ ഷർട്ട് അഴിച്ച് പാറുവിന് കൊടുത്തത്.